ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ NCPS വലിയ മുന്നേറ്റം നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന NCPS കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ പന്നിശല്യം നേരിടുന്ന പനത്തിരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ആളുകൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ടാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കി. പന്നികളെ അമർച്ച ചെയ്യുന്നതിനായി ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ യോഗത്തിൽ വെച്ചാണ് തീരുമാനമായത്. ഇരട്ട വോട്ടില്ല, കള്ള വോട്ടില്ല. ജനാധിപത്യത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്ന് പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. വോട്ട് കൊള്ള നടത്തി ജനഹിതം അട്ടിമറിച്ചുവെന്നാരോപിച്ചും പ്രതിഷേധ സമരം നയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. തൃക്കരിപ്പൂർ ബീരിച്ചേരി പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാലത്ത് ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കുവാനുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് യുവജന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന ദേവി പൂമാളിക്കും പരിവാരങ്ങൾക്കും മാവിലാക്കടപ്പുറം മൊരിയറക്കാവിൽ ഇളനീർ നൽകി സ്വീകരിച്ചുവെന്ന ഐതിഹ്യത്തിൽ മാവിലാക്കടപ്പുറം മൊരിയറക്കാവിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ദേവതകൾക്ക് ഇളനീരഭിഷേകം നടത്തി. ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികരാണ് കർമ്മങ്ങൾ നടത്തിയത്. വാർത്തകൾ വിശദമായി. ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ NCPS വലിയ മുന്നേറ്റം നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന NCPS കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ NCPS വലിയ മുന്നേറ്റം നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന NCPS കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മെമ്പർ പോലും ഇല്ലാതിരുന്ന ഒരു ജില്ലയായി NCP വലിയ വളമാണ്. ഇത്തവണ ചർച്ച ആരംഭിക്കുക നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സഹകരിച്ചതുപോലെ സഹകരിച്ചു പോയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ അത്തരം ചർച്ചയിൽ പങ്കെടുത്തവർക്ക് അത് കൃത്യമായി അറിയാൻ കഴിയും. അപ്പോൾ പ്രാദേശിക തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഉദാഹരണത്തിന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പഞ്ചായത്ത് നമുക്ക് ഒരു സീറ്റ് നൽകിയാൽ പ്രയോജനമുണ്ടാകുമെന്ന് അവർക്ക് തോന്നണം. അത് തോന്നാൻ നമ്മുടെ ഇടക്കാലത്തിൻ്റെ ഒരു പ്രശ്നം, അത് തോന്നാൻ ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഷോ കാണിക്കുന്ന നമ്മുടെ പാർട്ടി ഒന്ന് ജനങ്ങൾക്ക് അവതരിപ്പിക്കാനാണ്. NCPS ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി C ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യോൻ, ട്രഷറർ ബെന്നി നാഗമറ്റം, ജനറൽ സെക്രട്ടറിമാരായ T നാരായണൻ മാസ്റ്റർ, ഉദിനൂർ സുകുമാരൻ, OK ബാലകൃഷ്ണൻ, സുബൈർ പടുപ്പ്, AT വിജയൻ, സിദ്ദീഖ് കൈക്കമ്പ, ദാമോദരൻ വെള്ളികെ,
സീനത്ത് സതീശൻ, ബ്ലോക്ക് ഭാരവാഹികളായ രാഹുൽ നിലാങ്കര, നാസർ പള്ളം, ഹമീദ് ചേരങ്കൈ, പോഷക സംഘടനാ ഭാരവാഹികളായ ലിജോ സെബാസ്റ്റ്യൻ, ജോസഫ് വടകര, TV കൃഷ്ണൻ, ഹമീദ് ബദിയടുക്ക, മോഹനൻ ചുണ്ണംകുളം, രമ്യ രാജേഷ്, N ഷമീമ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട നിയമം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക, പഞ്ചായത്തുകളിൽ ലൈസൻസ് അനുവദിക്കുക, വായ്പാ പദ്ധതി പഞ്ചായത്തിലും നടപ്പിലാക്കുക, വഴിയോര കച്ചവട നിയമം പൂർണ്ണമായും നടപ്പിലാക്കാത്ത നഗരസഭാ അധികൃതർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് ലഭിക്കാനുമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മറ്റെല്ലാ മേഖലകളിലും ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് തൊഴിലാളി വർഗം അരികുവൽക്കരിക്കപ്പെടുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതം മറ്റു വലിയ മുദ്രാവാക്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. രാജ്യവ്യാപകമായി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടെ വകുപ്പുകൾ കൃത്യമായും നമ്മുടെ ഇതടക്കമുള്ള കേരളത്തിൽ 941 പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ തന്നെയും വഴിയോരത്ത് വിപണനം നടത്തുന്ന വളരെ ചെറിയ തോതിലുള്ള വിപണനമാണ്, വ്യാപാരമാണ് നടക്കുന്നത്. അപ്പോൾ അതിന് സംരക്ഷണം ലഭിക്കുക, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് VV രമേശൻ അധ്യക്ഷത വഹിച്ചു. P ഇബ്രാഹിം, MV കുഞ്ഞിക്കണ്ണൻ, M കുഞ്ഞമ്പു, K കുമാരൻ, P നാരായണൻ, TP ഓമന എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി MR ദിനേശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സർവകലാശാലകളിൽ ആഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കുവാനുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടു ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് യുവജന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കുവാനുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് വച്ച് യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. കോട്ടച്ചേരി കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രതിഷേധ പ്രകടനാനന്തരം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് യുവജന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂരിലെ ജനങ്ങളല്ല, വോട്ടർ പട്ടികയാണ്, ഇലക്ഷൻ കമ്മീഷനാണ് ഈ കേരളത്തിൽ തൃശ്ശൂരിനെ വഞ്ചിച്ചതെന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജനാധിപത്യത്തെ അപമാനിക്കുന്നവർക്കെതിരായി, ഈ രാജ്യത്തിന്റെ ഫെഡറൽ തത്വത്തെയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നവർക്കെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. ആ പോരാട്ടത്തിന്റെ മുന്നണി പോരാളി എന്നത് ഇന്ത്യൻ ഇടതുപക്ഷമാണ്. വോട്ടർ പട്ടികയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തപ്പോൾ ആ പോരാട്ടത്തിന്റെ നേതൃത്വമായത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന് മുന്നിൽ ഇന്ത്യ മുന്നണിയുടെ പോരാട്ടത്തിന്റെ നേതൃത്വമായത് ഇടതുപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള സമാരാധ്യരായ നേതാക്കളാണ്. ജില്ലാ കമ്മിറ്റി അംഗം വിപിൻ ബല്ലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹരിത നാലപ്പാടം, VP അമ്പിളി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുടർച്ചയായി ഭരണം നടത്തിയതിന്റെ ആഘോഷം നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും കാലം ഭരിച്ചിട്ട് മടിക്കൈ പഞ്ചായത്തിലെ പാവങ്ങൾക്കും മറ്റു ജനങ്ങൾക്കും എന്ത് വികസനങ്ങളാണ് കൊണ്ടുവന്നതെന്ന് ആത്മാർത്ഥമായി പരിശോധിക്കണമെന്ന് BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. BJP ഏച്ചിക്കാനം വാർഡ് 2, കാരാക്കോട് 3 എന്നീ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഏച്ചിക്കാനം വാർഡ് 2, കാരാക്കോട് 3 എന്നീ വാർഡ് സമ്മേളനം ഉദ്ഘാടനം നടന്നു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നിരവധി സ്കീംസാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
ഒരു ലോ ലെവൽ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതേപോലെ ഹൈ ലെവൽ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ലോ ലെവൽക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസ് നമുക്ക് അടിത്തറ നമുക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് ഓരോ വീട്ടിൽ കയറിച്ചുണ്ടെങ്കിൽ നമുക്ക് ഓരോ വിഷയത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്കീംസുകളുണ്ട്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം എടുക്കാൻ പറ്റും, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്, വീടായ ശേഷം ആ വീട്ടിൽ വെള്ളം വേണമെങ്കിൽ അതിലേക്ക് സ്കീമുണ്ട്, പിന്നെ കറണ്ട് വേണമെങ്കിൽ അതിലേക്ക് സ്കീമുണ്ട്. കറണ്ട് മാത്രം പോരാ, ആ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഫെസിലിറ്റി കൊടുക്കണം പറഞ്ഞിട്ട് ഗ്യാസിന്റെ സ്കീമുണ്ട്. ഗ്യാസ് വന്ന ശേഷം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ പോലും പട്ടിണി ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടായിട്ട് അതൊക്കെ സ്കീമുണ്ട്. അതല്ലാണ്ട് ആയുഷ്മാൻ ഭാരത് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞെങ്കിൽ 5 lakhs ഇൻഷുറൻസ് നമുക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു സ്കീമുണ്ട്. കിസാൻ സമ്മാൻ നിധിയായിട്ട് നമുക്ക് എവറി ഇയർലി 6,000 റുപ്പീസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്ര ഒരു വീട് ഉണ്ടാക്കിയിട്ടും വീടിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സ്കീംസ് ഉണ്ട്. അതേപോലെ ജോലിക്ക് വേണം, ജോലി പോകണം, ജോലിക്ക് വേണ്ടി എന്താണ് മുദ്രാ ലോണായിട്ട് കിട്ടുന്നുണ്ട്. 10 ലക്ഷമായിട്ട് ഓരോ ഡെപ്പോസിറ്റ് വെക്കാണ്ട് നമുക്ക് 10 ലക്ഷം ലോൺ എടുക്കാൻ പറ്റും. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അഭിഭാഷകരായ 2 വനിതകളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. എ വേലായുധൻ, ഇ കൃഷ്ണൻ, എം പ്രശാന്ത്, കെ ശോഭന, ബിജി ബാബു, പത്മനാഭൻ മാവുങ്കാൽ, പി മനോജ്, നാരായണി കല്യാണം, ടി ഗോപി, രതീഷ് കല്യാണം, എം പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ബി കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും വിനു പുളിക്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ആയുഷ് NABH അംഗീകാര അനുമോദനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. കേരള സർക്കാർ ആയുഷ് വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ആയുഷ് NABH അംഗീകാരം അനുമോദനം കാഞ്ഞങ്ങാട് റോയൽ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. ആയുഷ് സ്ഥാപനങ്ങൾ വഴി നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യരംഗത്ത് ഏർപ്പെടുത്തിയ അവാർഡ് കരസ്ഥമാക്കിയ ജില്ലയിലെ 14 സ്ഥാപനങ്ങളെയാണ് അനുമോദിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്രമാണ് ഈ രീതിയിലുള്ള നല്ല മെച്ചപ്പെടൽ. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ അറിയാം, അവിടെ ഒന്നും ഈ ആരോഗ്യ സംവിധാനം തന്നെ പ്രോപ്പർ അല്ല. അപ്പോൾ ഇതിന്റെ ഭാഗമായി കിട്ടുന്ന ഡോക്ടർമാരും അത് ഓരോ ഗ്രാമത്തിൽ പോയി. ഇന്നിപ്പോ ഞാൻ ശ്രീമ ടീച്ചർ ഒരു പോസ്റ്റ് കണ്ടു, ഒരു ഉൾനാടൻ ഗ്രാമങ്ങളിൽ ന്യൂറോളജി ചികിത്സിച്ച് അതിന്റെ ഭാഗമായി അപസ്മാരോളം വരുന്ന രോഗങ്ങളിൽ ആന്ധ്രയിലും മറ്റതുപോലുള്ള ഗ്രാമങ്ങളിൽ പോയി ട്രീറ്റ്മെന്റ് കൊടുത്ത് അങ്ങനെ ഒരു മിഷന്റെ ഭാഗമായി ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയിരുന്നു. അപ്പൊ കേരളത്തിൽ അതിന്റെ ഒരു കാര്യമില്ല, കാരണം കേരളത്തിൽ ഓരോ 20,000 പോപ്പുലേഷനും ഒരു PHC ഉണ്ട് അല്ലെ. നമുക്കൊരു 1000 അത്ര പോപ്പുലേഷൻ ഒരു ഇത് ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഷുഗർ പരിശോധിക്കുന്ന മെഷീൻ ഉണ്ട്, പ്രഷർ പരിശോധിക്കുന്ന മെഷീൻ ഉണ്ട്. പ്രാഥമികമായി നമുക്ക് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ ഒക്കെ തന്നെ ചീജിമ്പുകളായി മാറുന്നുണ്ട്. ഡോക്ടർ വിശ്വനാഥൻ കെ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ADM അഖിൽ P മുഖ്യാതിഥിയായി പങ്കെടുത്തു. നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂർ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അജിത് കുമാർ KC, ഉദുമ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രതീഷ് P, ജില്ലാ ക്വാളിറ്റി നോഡൽ ഓഫീസർ ഡോക്ടർ ലീന B എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ സ്വാഗതവും ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ തുഷാര P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുമോദന സദസ്സൊരുക്കി. നീലേശ്വരം കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ സ്മിത വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷം വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ അനുമോദിച്ചത്. നീലേശ്വരം കൊട്ടറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ നാളത്തേക്കുള്ള ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോ വിദ്യാർത്ഥികളുടെയും നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും വേണ്ടി ഞാൻ എല്ലാവർക്കും അഭിനന്ദനവും ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾക്കും അതിൽ വലിയ പങ്കുണ്ട്, അവരെയും അഭിനന്ദിക്കുന്നു. അതിലുപരി നമ്മളുടെ ഈ SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന്. അതോടെ SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ 2024-25 വർഷത്തെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഈ പരിപാടി
സംഘടിപ്പിച്ചതിന് നീലേശ്വരം മേഖലാ പ്രസിഡന്റ് പി രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് ഡെപ്യൂട്ടി തഹസീൽദാർ സിന്ധു സുനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് എം സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി. മേഖലാ സെക്രട്ടറി എ സുബിൻ രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം ടി വിജയൻ, ജില്ലാ സെക്രട്ടറി പി രാജീവൻ, ട്രഷറർ കെ ആർ രാഗേഷ്, മേഖലാ ട്രഷറർ ടി രാജേഷ്, വിവിധ മേഖലകളിലെ സമുദായ സംഘം ഭാരവാഹികളായ സി അനിൽകുമാർ, എൻ കെ സുനിൽ, കെ ശ്രീജിത്ത്, സുനിൽകുമാർ കൊട്ടറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാമനഗരം സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986-87 കാലഘട്ടത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയായ ചങ്ങാലിപ്രാവുകൾ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി. ഗുരുവന്ദനം 2025 എന്ന പേരിൽ നടന്ന ചടങ്ങിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു. രാമനഗരം സ്വാമി രാംദാസ് മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986-87 കാലഘട്ടത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാലിപ്രാവുകൾ സ്കൂളിൽ വീണ്ടും ഒത്തുകൂടി. ഗുരുവന്ദനം 2025 എന്ന പേരിൽ നടന്ന ചടങ്ങിൽ പഴയകാല അധ്യാപകരെ ആദരിച്ചു. ബാലൻ മാസ്റ്റർ, ആനിയമ്മ ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ, ഫിലോമിന ടീച്ചർ, ബാലചന്ദ്രൻ മാസ്റ്റർ എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഈ സ്കൂളിലെ ആൾക്കാർ തന്നെയാണ്. ബാക്കിയുള്ള ഇവരൊക്കെ 4 മണി കഴിയുമ്പോൾ പോവും. പക്ഷെ ഞങ്ങളവിടെ പോലെ കുറേ കഴിയുമ്പോൾ ശശികല ചന്ദ്രമാഷ ഇവിടെ ഉണ്ടാവും. ബാക്കി എല്ലാവരും പോയാലും കുഞ്ഞുങ്ങളുടെ കാര്യമായാലും മറ്റു കാര്യമായാലും ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലായാലും എല്ലാം നോക്കി നടത്താനുള്ള ഒരു നിയോഗം ആ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള അപ്പുറത്ത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം അന്നുണ്ടായി. അതിൻ്റെ ഒരു സുഖമുണ്ട്. എൻ്റെ 2 മക്കൾ ഇവിടെ പഠിച്ചവരാണ്. പിന്നെ കുറേ കാലം ഞങ്ങൾ മാറിപ്പോയി. ഇവിടെ ഹൈസ്കൂളായ സമയത്ത് ഞാൻ പുതിയാട്ട സ്കൂളിലേക്ക് തന്നെ തിരിച്ചുപോയി. അവിടെ നിന്ന് പിന്നെ കുറേ കാലം ഹെഡ് മാസ്റ്ററായിട്ട് കുറച്ച് കാലം അവിടെ പണിയെടുത്തു. അന്തരിച്ച അധ്യാപകരായ കണ്ണൻ മാസ്റ്റർ, ചന്ദ്രശേഖരൻ മാസ്റ്റർ, ദാമോദരൻ മാസ്റ്റർ, നവനീതൻ മാസ്റ്റർ, ഭവാനി ടീച്ചർ, മണിയൻ മാസ്റ്റർ എന്നിവരെ യോഗത്തിൽ അനുസ്മരിച്ചു. ലീല എക്കാൽ, ബേബി കാട്ടുകുളങ്ങര എന്നിവർ മുൻകൈയെടുത്ത് സഹപാഠികളെ കണ്ടെത്തി ഗ്രൂപ്പ് രൂപവൽക്കരിച്ചാണ് ഈ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. രാമനഗരത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ചങ്ങാലിപ്രാവുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾക്ക് രൂപം നൽകി. മണികണ്ഠൻ പി, മോഹനൻ മൗങ്കാൽ, ഗോപി നെല്ലിത്തറ, മിനിമോൾ കെ എം, ബിന്ദു പി നെല്ലിത്തറ, ശശികല എസ് വാര്യർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ആർ രാജേഷ്, ലീല ടി, കെ വി ഗീത, മായാചന്ദ്രൻ, കെ വി ഉഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തി. സംസ്കൃത ഭാഷയിൽ നടന്ന അസംബ്ലിയിൽ സംസ്കൃത വാരാചരണ കാർഡുകൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് EV ജയകൃഷ്ണന് ആദ്യ കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്കൃത ഭാഷയിൽ നടന്ന അസംബ്ലിയിൽ സംസ്കൃത വാരാചരണ കാർഡുകൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് EV ജയകൃഷ്ണന് ആദ്യ കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത ഭാഷ അതിലൊരു ദിവസം എന്നുള്ളത് വർഷങ്ങൾ മുമ്പ് ഒരുപാട് കാലം മുമ്പ് എന്നതാണ്. നമ്മൾ ചിലപ്പോൾ പക്ഷെ അടുത്ത കാലത്തായിരിക്കാം സംസ്കൃത ഭാഷാ ദിനം, സംസ്കൃത ദിനമൊക്കെ കൊണ്ടാടുന്നത്. നേരത്തെ ടീച്ചർ ദേവഭാഷയാണ് സംസ്കൃത ഭാഷ. കാരണം നമ്മുടെ ഭാരതത്തിനൊരു പൈതൃകമുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഉള്ള ഒരുപാട് നല്ല ഗ്രന്ഥങ്ങളുള്ള ഭാരതത്തിന്റെ പൈതൃകം. സ്കൂൾ ഹെഡ് മിസ്ട്രസ് പി സുമ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ N വേണുനാഥൻ സംസ്കൃത ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥി MG വേദിക സംസ്കൃത ഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഭിമാനി ഭവാമി സംസ്കൃത പഠനം മമ വിനയ ആത്മഗൗരവ. കൃഷ്ണപ്രിയ, അരുൺ എന്നീ കുട്ടികൾ സംസ്കൃത ഭാഷയുടെയും സംസ്കൃത ദിനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു.
സ്റ്റാഫ് സെക്രട്ടറി KV രാജേഷ്, സംസ്കൃതാധ്യാപകരായ P ഗോപികൃഷ്ണൻ, KT ഹരികൃഷ്ണൻ, M അനന്തൻ, K ശ്രീവല്ലി എന്നിവർ സംസ്കൃത ദിനാചരണത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് സംസ്കൃത വാരാചരണത്തിന്റെയും രാമായണ മാസാചരണത്തിന്റെയും ഭാഗമായി സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അമൃതബാല സംസ്കൃതി കേന്ദ്രം കൊളവയൽ ആധ്യാത്മിക സമിതി രാമായണ മാസം പുണ്യമാസം രാമായണാമൃതം സത്സംഗം സംഘടിപ്പിച്ചു. രാമായണാമൃത പ്രശ്നോത്തരി മത്സരവും നടന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന രാമായണ സത്സംഗത്തിന്റെ സമാപന പരിപാടി കൊളവയൽ സുനാമി കോളനിയിൽ ആഘോഷിച്ചു. ശശി അജാനൂർ, ബാലകൃഷ്ണൻ കോളനി, ശാന്ത, രാഗിണി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നേത്ര, തന്മയ എന്നീ കുട്ടികളുടെ പ്രാർത്ഥനയോടെ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ കുട്ടികളും മുതിർന്നവരും ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് ആധ്യാത്മിക സമിതി കോർഡിനേറ്റർ രാമകൃഷ്ണൻ കൊത്തിക്കാൽ രാമായണ കഥാമൃതം നടത്തി. തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും രാമായണ പ്രശ്നോത്തരി മത്സരവും നടന്നു. പ്രശ്നോത്തരി മത്സരം പ്രിയ ശിവൻ, ശരണ്യ സതീഷ് എന്നിവർ നയിച്ചു. തുടർന്ന് സത്സംഗവും ഭജനയും ഉണ്ടായിരുന്നു. പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സാവിത്രി ലക്ഷ്മണൻ, കാർത്യായനി നാരായണൻ, ബേബി, ഗംഗ, ശാന്ത, രാഗിണി, പ്രിയ, ശശി, സുശീല, രാജൻ നീലേശ്വരം, നളിനൻ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. പുഷ്പേഷൻ, സതീഷ്, സുനിത, ലതിക, കാർത്യായനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രസാദ വിതരണത്തോടെ പരിപാടിക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെമ്പ്രക്കാനം ചെറുപ്പയിൽ കിണറിൽ വീണ ആടിനെ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ രക്ഷിച്ചു കരക്കെത്തിച്ചു. 30 അടി താഴ്ചയുള്ള കിണറിലാണ് ആട് വീണത്. ചെറുപ്പയിലെ സൽമാന്റെ ആടാണ് വിജയന്റെ പറമ്പിലെ ഉപയോഗശൂന്യമായതും ആൾമറയില്ലാത്തതുമായ കിണറിൽ വീണത്. തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങളെത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിജോ ഓക്സിജൻ മാസ്ക് ധരിച്ച് 10 അടിയോളം വെള്ളമുള്ളതും 30 അടി താഴ്ചയുള്ള കിണറിൽ ഇറങ്ങി കൊട്ടയിറക്കി ആടിനെ പുറത്തെത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബദിയടുക്ക കൃഷിഭവന് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. മാഹിൻ കേളോട്ട് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള വിവിധ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് ബദിയടുക്ക കൃഷിഭവന് മുന്നിൽ സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. നിരവധി കർഷകർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. മാഹിൻ കേളോട്ട് ഉദ്ഘാടനം ചെയ്തു. വന്യജീവി ആക്രമണത്തെ തുടർന്നും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നും കനത്ത മഴ കാരണവും കാർഷിക മേഖലയിലെ ഉൽപ്പാദനം നഷ്ടപ്പെട്ട കർഷകർക്ക് മതിയായ സംരക്ഷണവും നഷ്ടപരിഹാരവും നൽകണമെന്ന് മാഹിൻ കേളോട്ട് ആവശ്യപ്പെട്ടു. രാസവളങ്ങളുടെ വിലവർധനവും സബ്സിഡി എടുത്തുകളയലും കർഷകർക്ക് തിരിച്ചടിയായെന്നും മഹാളി രോഗം മൂലം നഷ്ടപ്പെട്ട കവുങ്ങ് കൃഷിക്കാരുടെ ഉൽപ്പാദനം നികത്തുവാനാകാത്ത നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബദ്രുദ്ദീൻ കാസിം അധ്യക്ഷത വഹിച്ചു. ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത, അൻവർ ഓസോൺ, സത്താർ കുടുപ്പംകുഴി, ഹമീദ് ഹാജി മാന്യ, ഹമീദ് കടഞ്ചി, AK മുഹമ്മദ്, മുസ്തഫ കടമന, ഹനീഫ് കന്യാന, അബ്ദുല്ല അടിമ്പായി, KS മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒക്ടോബർ മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ NCPS വലിയ മുന്നേറ്റം നടത്തുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ ചേർന്ന NCPS കാസർഗോഡ് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ പന്നിശല്യം നേരിടുന്ന പനത്തിരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ആളുകൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ടാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കി. പന്നികളെ അമർച്ച ചെയ്യുന്നതിനായി ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ യോഗത്തിൽ വെച്ചാണ് തീരുമാനമായത്. ഇരട്ട വോട്ടില്ല, കള്ള വോട്ടില്ല. ജനാധിപത്യത്തിന്റെ നല്ല പാഠങ്ങൾ പകർന്ന് പിലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു.
കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. വോട്ട് കൊള്ള നടത്തി ജനഹിതം അട്ടിമറിച്ചുവെന്നാരോപിച്ചും പ്രതിഷേധ സമരം നയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. തൃക്കരിപ്പൂർ ബീരിച്ചേരി പോസ്റ്റ് ഓഫീസിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാലത്ത് ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കുവാനുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് യുവജന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന ദേവി പൂമാളിക്കും പരിവാരങ്ങൾക്കും മാവിലാക്കടപ്പുറം മൊരിയറക്കാവിൽ ഇളനീർ നൽകി സ്വീകരിച്ചുവെന്ന ഐതിഹ്യത്തിൽ മാവിലാക്കടപ്പുറം മൊരിയറക്കാവിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ദേവതകൾക്ക് ഇളനീരഭിഷേകം നടത്തി. ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികരാണ് കർമ്മങ്ങൾ നടത്തിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.